നമ്മളുടെ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ കുറേയും കൂടിയും എന്താ പറയുക, മെജോറിറ്റി മുസ്ലിം രാജ്യമാണ്. അവിടെ 70% മുസ്ലിംസ് ജീവിക്കുന്ന രാജ്യമാണ് അവിടെ. പക്ഷേ എന്നിട്ടും അവിടെ ഈ പറയുന്ന തുല്യതാ പ്രശ്നം അവിടെ നമ്മളുടെ സിറിയ അല്ലെങ്കിൽ ഇതേപോലെ അഫ്ഗാനിസ്ഥാനിലോ കാണുന്ന മാതിരി അല്ല അവിടെ. എന്തുകൊണ്ടാണ് അവരവിടെ സാധിക്കാത്തത്, അങ്ങനെ കാണാത്തത്? അതിൻ്റെ കാരണം അവരുണ്ടാക്കുന്ന ഭരണകൂടം ഇത് ഇസ്ലാമിക ഭരണകൂടമല്ല. അവർ മെജോറിറ്റി മുസ്ലിം ആയിട്ട് പോലും അവരവിടെ സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് അതിനകത്തേക്ക് കൂടുതൽ കൊണ്ടുവരുന്നു. അതെങ്ങനെയാണ് വന്നത്? മുസ്ലിം സമൂഹം അങ്ങനെയാണെങ്കിലും അവർ ട്രാൻസ്ഫോംഡ് ആയി. അവർക്ക് മതത്തിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടി. സോവിയറ്റ് കാലത്ത് അവർ ജീവിച്ചിരുന്ന ആ ഒരു സമയങ്ങളിൽ മതം അവരിൽ നിന്നും വളരെയധികം ആട്ടി ഓടിക്കപ്പെട്ടു. അപ്പോൾ അവർ വളർന്നത് മതമില്ലാതെയാണ്, ഒരു വലിയ തലമുറ. അപ്പോൾ അവരിപ്പോൾ ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും, തലയിൽ തട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർ കയ്യിൽ ദസ്വിമാല ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വലായിട്ട് മാത്രമാണ് ഈ മതം അവരുടെ ഉള്ളിലുള്ളൂ. അത് നിയമങ്ങളായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലേക്ക് വരുന്നില്ല. അതിന് വിഘാതമായിക്കൊണ്ട് ഈ പറയുന്ന കിർഗിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള സാലഫി സ്കൂളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ അതൊരു ത്രെട്ടായിട്ട് കണ്ടിട്ട് അവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് പള്ളികൾ കുത്തിപ്പൊളിച്ചത്. അതേപോലെ ഹിജാബ് ബാൻ ചെയ്തത്. നടു റോഡിലൂടെ ഇറങ്ങി നടക്കുന്ന ആളുകളെ താടി പിടിച്ച് പഠിക്കും. ഇത് സംഖ്യയല്ല പഠിക്കുന്നത്. ഈ പറയുന്ന കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഭരണകൂടം ചെയ്യുന്ന കാര്യം പറഞ്ഞു. കാരണം അവരെ സംബന്ധിച്ചുള്ള ഈ മീശല്ലാതെ താടി മാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദേ ആർ സീയിങ് ഇറ്റ് ആസ് എ ത്രെറ്റ്. അതവർ നിർബന്ധപൂർവ്വം പിടിച്ച് പഠിച്ചു കളയാണ്. അത് വേണ്ട, അത്രയ്ക്ക് താടി വേണ്ട എന്നുള്ളതാണ്.